നമഃശിവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഈശ്വരൻ സദ്ഗുരുവിൻ്റെ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലെ രംഗപ്രവേശം ചെയ്ത് ആഴത്തിൽ വേരൂന്നിയ അഹംഭാവത്തെ ഉന്മൂലനം ചെയ്യുന്നു. ആത്മസാക്ഷാത്കാരം നേടിയ മഹാത്മാക്കൾ നമ്മെ പ്രബുദ്ധരാക്കാൻ സ്വീകരിക്കുന്ന മാർഗങ്ങൾ വിവരണാതീതമാണ്. മനുഷ്യൻ്റെ സാധാരണ ബുദ്ധിക്ക് അവലോകനം ചെയ്യുവാൻ കഴിയുന്നതിലും അപ്പുറത്താണ് അതെല്ലാം. ഗുരു പറയുന്നു, ഒരു താമര മൊട്ട് വിരിയാൻ സൂര്യൻ്റെ ഭാഗത്തു നിന്ന് പ്രത്യേക പ്രയത്നമൊന്നും ആവശ്യമില്ല. അർക്കൻ അമ്പരത്തിൽ ഉദിച്ചുയരുമ്പോൾ ആ സാന്നിധ്യം കൊണ്ട് മാത്രം ഭൂമിയിലെ താമര പൊയ്കകളിലെ മൊട്ടുകൾ വിടർന്ന് വികസിക്കുന്നു. പ്രകാശം ചൊരിയുന്നത് സൂര്യദേവന്റെ സഹജ സ്വഭാവമാണ്. ആ സന്നിധിയിൽ നളിന മുകുളങ്ങൾ വിടർന്നു കുസുമങ്ങളായി തീരുന്നത് സ്വാഭാവികമായ പരിണാമം മാത്രമാണ്. അതുപോലെ തന്നെയാണ് പൂർണ്ണത നേടിയ ആത്മീയ ഗുരുവിൻ്റെ സാന്നിധ്യവും. സദ്ഗുരുവിൻ്റെ ദിവ്യ സാന്നിധ്യത്തിൽ അരുണോദയത്തിൽ താമരമുട്ടുകൾ വിടരുന്നത് പോലെ നമ്മുടെ ഹൃദയകമലവും വികസ്വരമാകുന്നു. അതിന് ഫലപ്രയോഗത്തിൻ്റെ ആവശ്യമില്ല. കാരുണ്യത്തിൻ്റെ മൂർത്തിബത് ഭാവമായ ശ്രേഷ്ഠനായ സദ്ഗുരുവിൻ്റെ സാന്നിധ്യത്തിന് നമ്മിൽ വേരുറച്ചു പോയ അഹന്തയാകുന്ന പാറയെപ്പോലും ഉരുക്കുവാൻ പ്രാപ്തിയുണ്ട്. അഹങ്കാരം ഉരുകിയൊലിക്കുമ്പോൾ നിർമ്മലമായ ദിവ്യപ്രേമം ജനിക്കുന്നു. ഈ പരിണാമത്തിന് ഗുരു ദൃക്സാക്ഷിയാകുന്നു. അവിടുന്ന് നിശ്ചലനാണ്, ഒരു കർമ്മവും അനുഷ്ഠിക്കുന്നില്ല. ഹരി ഓം നമഃ ശിവായ.